വാടാ ലിവിനെ വാടാ. വാ കൃഷ്ണ ഷപ്പൂപ്പിനെ മേടിച്ചേരാം. വാ പൊക്കിക്കോടാ ലിവിനെ. പോവാ വണ്ടിയിലേക്ക്. ഇവിടെ വാ ഗൈസ്, ഇങ്ങ് വാടാ, തിരിച്ചു പോടാ. വാ ഗൈസ് നോക്കൂ, അങ്ങനെ ഞങ്ങളുടെ പരിപാടി തുടങ്ങുകയാണ്. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈറ്റുകളൊക്കെ ഏകദേശം ഇതാ ഇവിടെ ഉണ്ട് കേട്ടാ. ഇത് ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈറ്റുകളാണ്. ഇതെല്ലാം സാധനം കത്താത്തൊന്നുമില്ല. ഇപ്പൊ ഈ പക്ഷേ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് മാത്രമേ കത്താത്തുണ്ടാവൂ. ഇതാണ് കത്താൻ നിൽക്കുന്ന ഒരു സാധനം. വാ കൊണ്ടുപോകാൻ മോനെ. അവനോട് ഞാൻ ഇന്നലെ അറിയാതെ പറഞ്ഞു, മോനെ ക്രിസ്മസ് പാപ്പയുടെ ഇത് മേടിച്ചേരാം, അത് മേടിച്ചാൽ ഇത് അന്ന് പോലെ തുടങ്ങിയതാട്ടോ. കൈസ് 3 വയസ്സാകുമ്പോൾ അവനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഗൈസ് ഫൈനലി ഇത് ഞങ്ങൾ ഈ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന RGBs ആണ്. ഒരു 5 എണ്ണം കൊണ്ടുവന്നല്ലോ, ഒരെണ്ണം പപ്പ കൊണ്ടുപോയി. എൻ്റെ ഇവിടെ 1200 രൂപ, ഡൽഹി 100-150 രൂപ മീറ്ററിന്. മീറ്ററിനല്ലോ റോളിന്. ഇത് 450 രൂപയ്ക്ക് മേടിച്ചാ. ഇത് 350 രൂപയ്ക്ക് മേടിച്ചത് പല ലൈറ്റ്. ഇത് 10 എണ്ണം മേടിച്ചത് കുറച്ചപ്പം കൊണ്ട് ഇത് മേടിച്ചു. പിന്നെ ഇത് ഫുള്ള് സാധനം. പപ്പ വെറുതെ കൈ മടക്കണ്ട, വ്യാമോഹിക്കണ്ട, അതൊന്നും അപ്പന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അപ്പന് വേറെ മേടിച്ചു തരും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം പപ്പ പിണങ്ങിപ്പോയി, ഓർക്കുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന്റെ 20-ാം തീയതി പുള്ളി പിണങ്ങിപ്പോയി. പിന്നെ യാത്ര കഴിഞ്ഞ് പുള്ളി ഇവിടുന്ന് കുടിയെടുപ്പൊക്കെ ഇട്ട് ഇവിടുന്ന് പോയി കേട്ടോ. അതല്ല എടി, യാത്ര കഴിഞ്ഞേ പിണങ്ങിപ്പോയി. ഇപ്പഴാ വരുന്നേ. എത്ര മാസമായി യാത്ര കഴിഞ്ഞാൽ? വരുന്നതിനനുസരിച്ച് ഇവിടുന്ന് ഓരോന്ന് കൊണ്ടുപോവാ. വേണ്ട, നമുക്ക് വന്നിട്ട് വെക്കാം. പോയി നോക്കൂ. ഫൈനലി ഇരട്ടിക്ക് പോവുകയാണ്. ഇരട്ടി പോയിട്ട് നമ്മള് കുറച്ച് ക്രിസ്മസിന്റെ സാധനങ്ങൾ, ലൈറ്റും സംഭവങ്ങളൊക്കെ ഇടണം. നീ ആരാടാ ഫോണിൻ്റെ കട്ടർ ഓണാക്കിയിട്ട് ചാർജ് ഇറങ്ങിപ്പോയോ? എടാ കളിക്കാൻ പോയടാ മൈക്കിൾ, പിടിക്കടാ മൈക്കിളെ. എടാ നീ ലോക്ക് ഒന്ന് അൺലോക്ക് ചെയ്തേ. അല്ല ഇപ്പം ശരിയാന്ന് തോന്നുന്നു. അഭിരാമി, ഇതിൻ്റെ ഫോറിൻ്റെ കട്ടർ ഇടുന്നത് താക്കൾ എടുത്തണമെന്ന് ഞെക്കാവോ? പിന്നെ നീ ഇതെല്ലാം കത്തി കിടക്കുവാണോ? താക്കോൽ നിൻ്റെ അടുത്തില്ലായിരുന്നോ? നിൻ്റെ ഫോറിൻ്റെ കട്ടർ ആയിരിക്കൂടാ. അതെ എൻ്റെ അബദ്ധം പറ്റിയതാ. എന്തിയാ മൈക്കിൾ? പോ ക്രിസ്മസിന്റെ സാധനം മേടിക്കാൻ പോവാം. വാ മൈക്കിൾ കുട്ടി. മൈക്കിൾ വർത്താനൊക്കെ പറയാ. ഹായ്. നീ കളിയാ. അപ്പൻ എന്നൊക്കെ ഈ പ്രാവശ്യം കൊണ്ടു തന്നെ. അപ്പൻ ഈ വണ്ടി മേടിച്ചു തന്നു. വേറെ എന്നെ മേടിച്ചു തന്നെ. വേണ്ട, കുഴപ്പമില്ല, വേറെ മേടിച്ചു കൊടുക്കാം. അതിനാ പോന്നെ. നീ മറ്റേ സാധനം എടുത്തടി, അവിടെ കുത്തുന്ന സാധനം. ഞാൻ കുത്തുന്ന പിന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ പോവാണ്. അവിടെ പോവാ മൈക്കിൾ കുട്ടി. ഇവനെ മൈക്കിൾ നോക്കണേ. അതാ പോലീസ് പിടിച്ചു ഗൈസ്. ഞങ്ങളെ പോലീസ് പിടിച്ചു ഗൈസ്. പോലീസ് പിടിച്ചു. മൈക്കിൾജി ഇവിടുത്തെ പിന്നെ കരിക്കോട്ടക്കരിയിലെ പോലീസുകാർ വലിയ കുഴപ്പമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ ഇതിനൊക്കെ ചെന്നപ്പോൾ നല്ല രീതിയിൽ വരുന്നത്. ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പെരുമാറിയ. നല്ലൊരു കേസുണ്ട്. ഇത് നാട്ടിൻപുറത്തെ പോലീസ് സ്റ്റേഷൻ. അപ്പൊ എല്ലാവരുമായിട്ട് ഒരു ബന്ധം വെക്കും. ടൗൺ പോലീസ് സ്റ്റേഷനിൽ ചെല്ലേ പിടിച്ചന്നമ്മടെ ഉള്ളിലിടും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യണം നിയമമുണ്ട്. വിട്ടോ. എന്തോ ദുരുദ്ദേശം കേട്ടോ അങ്കിളിന്. അങ്കിൾജി, അമ്മയുടെ ഷുഗർ കുറവില്ലേ? എങ്ങനെയുണ്ട്? മക്കൾ നല്ല രീതിയിൽ രക്ഷപ്പെട്ടുണ്ട്. കഴുത്തൊന്നും ഇല്ലല്ലോ. അല്ല ഫണയും വെച്ച് ഞാൻ പക്ഷേ അതല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യാത്രയ്ക്ക് വെച്ചാൽ അത് എടുക്കണം. ഈ പ്രാവശ്യം എടുക്കണം ആ സാധനം. അതെടുക്കാൻ മറന്നുപോയി. അടല്ലേ പിന്നെ അത് എടുക്കണം കേട്ടോ. 10,000 പലിശയാ. ഇത് നോക്കി. എന്നാ നീ എവിടെയെങ്കിലും ഒന്ന് നിൽക്കുക. എന്തേ ഇതാ നിൽക്കുന്നു. ഇവര് പിന്നെ കാണിക്കുവാ. ഊരിൽ ചിരി ഇരിക്കുവാ. നിങ്ങൾ നന്നായിട്ടുണ്ട്. ആൾക്കാർ വേണം പറയും. തള്ളയുടെ അഹങ്കാരമാണെന്നാ പറഞ്ഞത്. കിട്ടിയില്ലേ? തള്ള പഴയ തള്ളയല്ലേ, തള്ള അഹങ്കാരം കാരണമെന്നാ പറഞ്ഞത്. ഏത് കൊലയാ? വാ നിക്ക്. ആ കൊലാന്ന് ഈ കൊല. ഇതുകൊണ്ട് ഈ കൊല ഏത്? അന്ന് കൊച്ചിന് വണ്ടി വേണമെന്ന് പറഞ്ഞ പണങ്ങിപ്പോയില്ലേ, അന്നേരം ഇവിടെ ഇട്ടിട്ട് പോയി. ഞാനത് കൊണ്ട് കുഴിച്ചു വെച്ചു കഴിഞ്ഞ് ലിവി അത് കെട്ടി വെച്ചു. അപ്പൊ
എങ്ങോട്ടാ സാറ്? ആരും പറയാതെ എങ്ങോട്ടാ? ഇപ്പോഴും നട്ടത്തത വെച്ചോണ്ടിരിക്കുമല്ലോ കേട്ടോ. ഗുലു 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 എന്നാ ഗുലു ഗുലു എന്നാ കട തകർക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്ക് എന്നാ വേണ്ടേ? ഫൈനലി ഞങ്ങൾ നേരെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്രോക്സിമേറ്റ് ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. ആ സർക്കസ് പോലെ ഇറങ്ങി കേട്ടോ. സർക്കസ് ആയിട്ട് സൺറൂഫിലൊന്നും പിടിക്കല്ലേ, നശിപ്പിക്കല്ലേ. തൊടുന്നതിനല്ല 1 ലക്ഷം വെച്ച് പോകും. ഹാൻഡ് ബ്രേക്ക് അകത്ത് ബ്രേക്ക് കാലി ഓട്ടറാ. ആ ആ ഡീലിട് പീല ഞെക്ക് സ്വിച്ച് ഞെക്ക്. ഇതിൻ്റെ വേറെ സൈസ് ഓട്ടോമാറ്റിക്കാണ്. അങ്ങനെ ഒന്നും കൂടെ വെറുതെ കാലെടുത്തോ. പോവാ. ആ ഇതിൻ്റെ വേറെ രീതി കേട്ടാ. പക്ഷെ മറ്റേന് ഞെക്കുന്നില്ലല്ലോ. ഇല്ല നീ കയ്യിൽ നിന്ന് എടുത്തോ. ഇത് വേറെ കാര്യമുണ്ട്. അത് വേറെ സ്റ്റൈല്, ഇത് വേറെ സ്റ്റൈല് ഓടുന്നതിന്. പക്ഷെ ഇതാ ഇത്രയും കൂടെ ഓട്ടോമാറ്റിക് കൺഫർട്ട്. മറ്റേത് വേറെ, ഇത് വേറെ. ഫൈനലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ആദ്യത്തെ പരിപാടി നമുക്ക് 2-3 കടകൾ നോക്കിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഏതാണോ ഉള്ളത് അവിടെ കയറി സാധനം. പക്ഷെ നമ്മൾ സ്ഥിരം മേടിക്കുന്ന അവിടെ വണ്ടിക്ക് പാർക്കിംഗ് ഇല്ല. പക്ഷെ അതെല്ലാം വിലക്കുറവായിരുന്നു അവിടെ. അവിടെ അല്ലേ? എവിടെ? രമയുടെ എവിടെ ഉണ്ടോ? ഗൈസ് മൈക്കിൾ ആർ യു റെഡി? ഹായ്. മൈക്കിളിന് ഇഷ്ടപ്പെട്ടോ? മൈക്കിൾ ചിരിക്കുന്ന നോക്കിയേ. മൈക്കിൾ ചിരിക്കുന്ന ഇല്ല എന്നുള്ളൊരു ഡൗട്ട് ആയിരുന്നു ആദ്യം. അവൻ ആദ്യത്തിന്റെ വണ്ടീനകത്ത് കയറി ആ ഡൗട്ട് കാരണം ഇപ്പം മൈക്കിളിനത് മാറി. അതെ, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ 3 വണ്ടി. ഒന്ന് ദീപ് എടുത്തു, ഒന്ന് ലിബിൻ എടുത്തു, ഒന്ന് ഞാൻ എടുത്തു. ഇത് ഞാൻ എടുത്ത കൊറോണ ലിബിൻ എടുത്തു. നമുക്ക് പയ്യെ പോയാ പോരെ. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? കാല് കൊടുക്ക്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. വണ്ടി എന്ന് വെച്ചാൽ എനിക്ക് ഓമിനിയാ ഇഷ്ടം. പക്ഷെ എന്നിട്ട് എല്ലാ സ്ഥലത്തും നിൽക്കുവാണല്ലോ. പക്ഷെ അത് ഗീർ മാറാൻ അറിയത്തില്ല. അതായത് ഓട്ടോമാറ്റിക് വണ്ടി ഓടുന്നതിന്റെ സുഖം ഓട്ടോമാറ്റിക്കിനെ കിട്ടുള്ളൂ. ഒരു പണി നമ്മൾ എടുക്കണ്ടല്ലോ. വണ്ടിയല്ല പകുതി പണി എടുക്കുന്നത്. അതായത് അത്യാവശ്യം കുറച്ച് പഴയ ലൈറ്റുകൾ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ലൈറ്റുകളെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇപ്പം കുറച്ച് മേടിച്ച് ഡൽഹിയിൽ നിന്ന് മേടിച്ചോണ്ട് ഡൽഹിയിൽ നിന്ന് കുറച്ചും കൂടി ലൈറ്റിനൊക്കെ ഭയങ്കര പൈസ കേട്ടോ. 30 രൂപയൊക്കെ ഒരു പീസ് ലൈറ്റ്. കടക്കാർ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ചിലവില്ലേ? അവർക്ക് വിൽക്കുന്നതിന് എന്തെങ്കിലും കിട്ടണ്ടേ? ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ. 120 രൂപയ്ക്കൊക്കെ നല്ല. ചില സാധനങ്ങൾ ഡൽഹി ചോദിക്കുന്ന സാധനങ്ങൾ നാട്ടിലത്തെ അതേ പൈസ. 300 രൂപ, 450 രൂപ. മറ്റേ കുട്ടി ലൈസർ അത് പഴയ നാട്ടിലും ഈ പൈസ അല്ലെന്ന്. അത് പഴയ സ്റ്റോക്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പുതിയ സ്റ്റോക്കിനെല്ലാം വില കൂടി. ഇതിൻ്റെ അകത്ത് മോൻ കളിച്ചു. മൈക്കിൾ ഇതിൻ്റെ അകത്താ കളി. ഒരാൾ വണ്ടിയെ കയറി വണ്ടിയെ കളി തുടങ്ങി കേട്ടോ. അടങ്ങിയിരിക്കുവാണ്. എന്ത് പറ്റി മൈക്കിളെ? മൈക്കിൾ എന്നൊക്കെയാ വേണ്ടേ? മൈക്കിളിലെ ക്രിസ്മസ് അപ്പയുടെ തൊപ്പി വേണം. പിന്നെ ഡ്രസ്സ് വേണം, ചോക്ലേറ്റ് വേണം. മൈക്കിൾ പിന്നെ എവിടെ ചെന്നാലും വേണ്ടാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയെടുക്കാവുള്ളൂ കേട്ടോ. ഗൈസ് നോക്കൂ, ഇവിടെ നിന്ന് ഇപ്പോൾ ഹൈവേ കയറാൻ വേണ്ടി ഒരു 4-5 കിലോമീറ്റർ നമ്മൾ ഹൈവേ കയറിയതിന് ശേഷം നമ്മൾ നേരെ ഇരിട്ടിന്നാണ് നമ്മുടെ സംഭവങ്ങൾ. ഇതിന്റെ എയർ ഒന്ന് നോക്കണം. ഇതിന്റെ നിപ്പിളിനൊക്കെ ചെറിയ അത് കൈയോടെ പോയി ശരിയാക്കിയാലോ. അത് വേണ്ടി ഇരിട്ടി കൊണ്ടിട്ട് അതും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പയ്യെ ഓടിക്കുന്ന ഇത് ഞാൻ അത് ഓടിച്ചിട്ടില്ല. നൈസായിട്ട് ഒതുക്കിക്കോ. പറ്റൂല. ഞാൻ ഓടിച്ചോളാം. പറ്റൂല. എന്നാൽ പിന്നെ ഇച്ചിരി വേഗത പോട്ടെ. കാര്യങ്ങളെല്ലാം കൂടി തീരണമെങ്കിലും ലൈറ്റ് ഒക്കെ സമയം എടുക്കും. വേഗത എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം. ഡ്രൈവർ എന്ന് വെച്ചാൽ കംഫർട്ടാണ്. എന്നാ കംഫർട്ട്? അതായത് കംഫർട്ട്. അതാണ് സംഭവം ഉദ്ദേശിച്ചത്. ഞാനും ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവർ സ്ഥാനം മാറി. ഞാൻ ഇവന് ഇരുന്ന് കഴിഞ്ഞാൽ നടപടി ആവില്ല കേട്ടാ. ഇവൻ ഒറ്റയ്ക്കാണല്ലോ ഓടിക്കാണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ഇവിടം വരെ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് വന്നതാണ്. പക്ഷെ ഞാൻ ഇവനും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എൻ്റെ ഡ്രൈവിംഗ് പോരെന്ന്. കുഴപ്പമില്ല, അടുത്ത വണ്ടിയിലത് നോക്കാം. കാശ് ഇത് വലിയ വണ്ടി ആയതുകൊണ്ട് കെട്ടുവെള്ളം പോലെ ഇത് ഇരിക്കുന്നത്. അപ്പോൾ നോക്കി ഓടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കുക. A to Z എല്ലാം നോക്കി പഠിച്ച് ഇന്ന് ഇതിൻ്റെ അകത്ത് മൈക്കിളിനെ ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് കൊണ്ട് കയറ്റത്തില്ല, ഒരു സാധനം കൊണ്ടും കയറ്റത്തില്ല കേട്ടോ. അതിനാ വണ്ടി അവൻ നശിപ്പിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടി മൊത്തം ചോക്ലേറ്റും അതും ഇതെല്ലാം തേച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ നേടിയെടുക്കുന്നത് അവൻ ഉറപ്പായി. നമ്മൾ കേളമ്പടി എത്തിട്ടോ. ഇതാണ് കേളമ്പടിയാ. ഇവിടുന്ന് വേണം നമുക്കിനിയിപ്പം നേരെ ഇരട്ടിയിലേക്ക് പോകാൻ വേണ്ടി. ഇത് ഞങ്ങളുടെ നടുഭാഗമാണ്. അതായത് കിളിയന്ത്രയിൽ നിന്ന് വരുവാണെങ്കിൽ ഇവിടുന്ന് മറ്റടുത്ത് മാറ്റണം. മറ്റേ പേരാവൂർ പോകുന്ന വഴിക്ക് വന്നു. ജെയിംസേട്ടൻ ഉണ്ടാവോ? ജെയിംസേട്ടൻ ഇവിടുത്തെ ഫോർഡിന്റെ മെയിൻ മെക്കാനിക് ആട്ടോ. കണ്ടു വെക്കണ്ട, ഞങ്ങൾ ഫോർഡ് എടുത്തെന്ന് അത് കണ്ടിട്ട് പോയാലോ? ഇവിടെ ഉണ്ടോ? ലീവ്. ഫൈനലി ഞങ്ങളുടെ ടൗണായ ഇരിട്ടി ചെറിയ പട്ടണമാണ്. പക്ഷെ ഇവിടെ ഇല്ലാത്ത പരിപാടികളില്ല. ഇവിടെ എറണാകുളക്കാലും സ്ഥലത്തിനും അതുപോലെ കടമുറിക്കും വാടകയുള്ള സ്ഥലത്തിന് ഒക്കെ തന്നെ. അതേപോലെ തന്നെ കടമുറിക്കും വാടക. നീ പറയുന്നത് 100% ശരിയാണ്. ഇവിടെ ഇങ്ങോട്ട് പോയാലോ പ്രകാശ്, അവിടെ പോയാൽ നമുക്ക് ക്രിസ്മസ് സാധനം പ്രകാശം പരക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം വണ്ടി കഴുകിയിട്ട് വരാം. വണ്ടി കഴുകുമല്ല, ആദ്യം വണ്ടിയുടെ മറ്റേ ഇത് ശരിയാക്കാം. മറ്റേ വീലിന്റെ ആ നിപ്പിള്. അതിന് ശേഷം വണ്ടി കഴുകി വൃത്തിയാക്കാം. ഇവിടെ വണ്ടി കഴുകിയിട്ട് പോയാൽ പോരെ? അതിന്റെ അടിയല്ല പൊട്ട. ആദ്യം ടയറിന്റെ പരിപാടി എടുത്ത് ചെളിയുടെ പരിപാടിയൊക്കെ തീർത്തിട്ട് കഴുകുക.
പിന്നെ ഒരു പരിപാടി ഉണ്ടാകരുത്. ശരിയാണല്ലോ, വീണ്ടും ചെളി പറ്റും അല്ലേ? ആ ഫൈനലി നമ്മൾ വണ്ടി അങ്ങനെ അലോയ്മെൻറ്റും പിന്നെ അതേപോലെ തന്നെ ഈ നെഗും മാറ്റാനായിട്ട്. കാരണം ഈ 3 നെഗും പിന്നെ ഇതായിട്ടിരിക്കുക എന്തായിട്ടിരിക്കുക അതിന് സംഭവം കാറ്റ് നിൽക്കുന്നില്ല. ഇത് ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഇവരുടെ ഉപ്പയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പഴം തീറ്റിച്ചത്. ഫ്രൂട്ട്സ് അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ് ഇവർ. നിങ്ങളുടെ ഇതിൻ്റെ പേരിനായിട്ട് EFC. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്ന ഇവരുടെ അടുത്തുനിന്നാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ടയറിൻ്റെ നെഗും സംഭവങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം ഈ 3 എണ്ണത്തിന് 3 ദിവസത്തിൽ കൂടുതൽ കാറ്റ് നിൽക്കുന്നത്. അതായത് ഇപ്പം എന്നും ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കണേൽ എയർ അടിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അപ്പുറത്ത് പറഞ്ഞ് മാറ്റിയപ്പോൾ അത് ശരിയാക്കിയതാണ്. പിന്നെ അതുകൂടാതെ ഒന്ന് അലോയ്മെൻറ്റും ചെയ്യണം. കാരണം നല്ല പൈസയാണ് ഗൈസ് ഇതിൻ്റെ ടയറിന്. അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഈ കാണുന്ന ടയറിന് തന്നെ അന്ന് സെക്കൻഡ് മേടിച്ച് 6 രൂപയ്ക്കാണ്. 6 രൂപ. ഈ ടയർ പുതിയതിന് 20 രൂപ കണ്ടല്ലേ എന്നെ പറഞ്ഞത്? കമ്പനിക്ക് ചൈനയ്ക്ക് 10,500, അവിടെ ഇവിടെ 13 രൂപ കണ്ടുണ്ട്. മൈക്കിൾ വന്നവിടെ തന്നെ അവൻ്റെ കർമ്മത്തിരിതമായ ഇടപെടൽ മൂലം ഞങ്ങളുടെ വണ്ടിക്കകത്ത് അവൻ പാലൊഴിച്ചു, സീറ്റ് കുളവാക്കി. അപ്പൻ വഴക്ക് പറഞ്ഞു. ഇത് അവിടെ പിണങ്ങി കിടപ്പുണ്ട്. എന്തിനാ വഴക്ക് പറഞ്ഞു? അതുകൊണ്ടല്ലേ പിണങ്ങി മൈക്കിളെ കരഞ്ഞു പോയി. പാവം. ആണി എന്ത് ഇതാ ഒരെണ്ണം ആണി. എന്നാ ചേട്ടാ എല്ലാ ടയറും അയച്ചു നോക്കി ചേട്ടാ. എല്ലാ ടയറും അഴിക്കാൻ പോവാ. നോക്കി നന്നായില്ലേ? അയ്യോ ഒരെണ്ണത്തിന് ആണി. ഇതിനുണ്ട് ചേട്ടാ. 1 ആണി 1 കല്ല. ഞാൻ പറഞ്ഞില്ല ആ ടയറിന് നന്നായിട്ട് കുറയുന്നുണ്ടെന്ന്. ദൈവം ഇത് നോക്കാതെ നമ്മൾ ഓടിച്ചോണ്ട് വന്ന് ഇത് നോക്കി കുറയുന്നതനുസരിച്ച് അടിക്കും. നമ്മൾ നോക്കിയത് 2-3 ദിവസം ഇതിനും മന്ത്രാ എന്ത് ആണി ഇതോ വീണ്ടും. ദൈവമേ ഇതേ ആണി 3. ഇനി അടുത്തും കൂടെ അടിക്കാൻ നിർത്ത്. അതിങ്ങനെ ഒരേപോലെ ആണി വന്നേ. ദൈവമേ 1 2 രണ്ടിനും സ്ക്രൂ. ഇതിന് മാത്രമേ കുഴപ്പമില്ലോ. ഇത് രണ്ടാമത് മാറിയതാണ്. അത് പുതിയതാ. മിക്കവാറും വണ്ടി ഓടില്ലാത്ത വണ്ടിയായിരുന്നു. അത് ഇതിനും ഉണ്ടാവുമോ? പിന്നെ ആരും അടിച്ചു കയറ്റി വെച്ചാണോടാ? നിങ്ങൾ ഊരി കഴിയുമ്പോൾ അറിയാം കേട്ടോ. എന്ത് ചേട്ടാ ഒരു നന്നായില്ലേ? അല്ല നമ്മളിപ്പോ പോയെന്ന് പറഞ്ഞിട്ട് ഇത് അതിന്റെ ഇടയ്ക്ക് കയറിയോ? നിബിള് പോയെന്നും പറഞ്ഞ് അതങ്ങ് ഉള്ളിൽ കയറി. കണ്ടു കൊമ്പളുണ്ടോ കൊമ്പള 1 2 3 എണ്ണത്തിനാണ്. അപ്പം ഇതിൻ്റെ അല്ലല്ലോ ചേട്ടാ, മറ്റു സാധനത്തിനല്ലോ, നെഗിൻ്റെ അല്ലല്ലോ. ദൈവമേ നെഗ് മാറാൻ വേണ്ടി വന്നാ കേട്ടോ. 3 ടയറെങ്കിൽ മീറ്റൊക്കെ കാണാം. ഗൈസ് നോക്കൂ, 3 വണ്ടിയും 3 വണ്ടിയിൽ നിന്ന് നന്നായില്ലേ? ചേട്ടൻ പറഞ്ഞൊന്ന് ഊരി നോക്കാം. എന്നാ ഊരി നോക്കിക്കോളാം. ചേട്ടൻ മറ്റേ സാധനം അടിച്ചല്ലേ? മറ്റേ അല്ലേ കുത്തി വലിച്ചല്ലേ? ഇനി ഇതിനും ചെയ്യാണ്ട്. ദൈവമേ 3 ടയറ് ആണി കയറി പഞ്ചറ്. എത്ര ദൂരം ഓടി വണ്ടിയാന്ന് ആലോചിക്കണം. തുമ്പിനെ വിളിച്ച് എല്ലാം പോയായിരുന്നു. ഞാൻ തുമ്പിനെ വിളിച്ച് പറയട്ടെ കേട്ടോ. അടിപൊളി കയറ്റി ഫിനിഷ്. ഈ സാധനമാണ് കയറിയിരുന്നത്. നോക്കിയാൽ ഇത് കുറേ ആയ സാധനം. ഇത് അയാളുടെ 3 ടയറും ഇതേപോലെ കിടക്കുമായിരുന്നു. ഈ സാധനം മുറിച്ചു കളയണ്ടേ? ചേട്ടൻ മുറിച്ചു കളയണ്ടേ? സക്സസ് എടാ. എന്നിട്ട് ഫ്രണ്ട് ടയറും അതേപോലെ നമ്മൾ മാറ്റിയത്. അല്ല, ഫ്രണ്ട് ടയർ പൊട്ടിയതായിരുന്നു. ആണോ? അത് കണ്ടാൽ തന്നെ അറിയില്ലായിരുന്നു. ഇത് കഴിഞ്ഞൊന്ന് വണ്ടീനെ ഒന്ന് വൃത്തിയാക്കി കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ. ഗൈസ് ഇതിൻ്റെ അടിയല്ലേ, ഇതിൻ്റെ അടിയല്ലേ, ഇതിൻ്റെ അകത്ത് 2 എണ്ണം. ഇത് കുറേ ആയ സാധനം ഇവനെ കാണിച്ച്. ഇതാ പൊട്ടി. ഇതേ സാധനം. പൊട്ടിയ സാധനം കേട്ടോ. ഇത് 1 കൊല്ലെങ്കിലും അയക്കണം. പുള്ളി നോക്കിയില്ല, നമ്മൾ നോക്കി. ഭാഗ്യം കേട്ടോ നോക്കിയത്. ഇത് അടുത്തതാ അല്ല, പഞ്ചറല്ല, ഇത് കല്ലല്ല. പഞ്ചർ പരിപാടി കഴിഞ്ഞു. അലൈൻമെന്റ് പരിപാടി ചെയ്യാൻ വേണ്ടി പോട്ടോ. അല്ല എൻ്റെ സൗണ്ട് കേട്ടെ. അത് ഇറങ്ങാൻ നേരത്തെ ചേട്ടാ ഞാൻ സൗണ്ട് കേട്ടെ. ടയൽമേ കയറിയവനെ പേടിച്ചു പോയി. എബിനെ ടയർ കിട്ടണേ ഒരു 2000 3000 4000 കിലോമീറ്റർ ഒരു അലോയ്മെന്റ് അല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ടയർ നന്നായിട്ട് 40,000 കിലോമീറ്റർ കിട്ടും. പൊക്കിയിട്ടേ നമ്മൾ അന്ന് പോയതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അടിയിൽ തട്ടോ മുട്ടോ കിട്ടിയിട്ടുണ്ടോ നോക്കണം. ഒന്നിപ്പോൾ പൊക്കി തരുമെന്ന് ചോദിച്ചാൽ പൊക്കി തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയെ പൊക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിയൊന്ന് നോക്കണം. ജസ്റ്റ് എന്തെങ്കിലും കളക്കോ പിടുക്കോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി ഈ ഒരു പീസ് ഞാൻ സിൽവർ അടിക്കും. അതുപോലെ ഫ്രണ്ടിലൊരു പീസ് ഉണ്ട്, സിൽവർ അടിച്ച് കൂളിങ് അടിക്കണം കേട്ടോ വണ്ടിക്ക്. ചേട്ടാ ഒന്ന് കയറിക്കോട്ടെ. അതിന് പോകും. നീ അങ്ങോട്ട് പോവാ? അല്ല, അടി കയറിയിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന്. ഇല്ല, പുള്ളിയെ ലോക്കിടാൻ വേണ്ടി പോവാ. അല്ല, ഇച്ചിരി കൊണ്ട് പൊക്കാന്നാ പറഞ്ഞത്.
ഇവിടെ പൊക്കാന്ന് പറഞ്ഞുണ്ട്. ഫുള്ള് കൂളിംഗ് അടിക്കണ്ടേടാ? ഇപ്പം അടിച്ചാലോ? അവനോട് ചോദിക്കണം. അത് എവിടെ പോയി അടിക്കാം? രണ്ടോണം അടിക്കാൻ പറ്റുമോ അവനോട് ചോദിക്കണം. ഒന്ന് കറങ്ങിയിട്ട് അടിച്ചാൽ പോലെ. ഇത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വാഷിങ്ങിന് പോകും. വാഷിങ്ങിന് പോയി കഴിഞ്ഞാൽ പരിപാടി പിന്നെ അതായത് വണ്ടി നമുക്ക് ഡീപ്പായിട്ട് ഇൻറ്റീരിയർ ക്ലീനും കൂടി ചെയ്യണം കേട്ടോ. അതായത് ഞാനൊരു ബൗൾക്കും ചവിച്ചിട്ട് അറിയാതെ ഉറങ്ങിപ്പോയി കഴിച്ചു. അങ്ങനെ അവിടെ മൊത്തം ബൗൾക്ക് പോയി. നമ്മൾ പോലും വിചാരിക്കാതെ നമ്മുടെ വണ്ടിക്കുള്ളിൽ 4 പഞ്ചർ. അതൊരു വലിയ അത്ഭുതമായിപ്പോയി. ഒരത്ഭുതം തീർക്കട്ടെ. അലോയ്മെന്റ് ചെയ്യണം കേട്ടോ. ഈ വണ്ടിക്ക് ഇല്ലേ പണിയാണ്. അലോയ്മെന്റ് നമ്മൾ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. അലോയ്മെന്റ് ചെയ്തപ്പം 4 സ്ക്രൂ ആണ് നമുക്ക് കിട്ടിയത്. മറ്റേ അതിന്റെ നെഗ് പോയെന്നും പറഞ്ഞിരിക്കുവോ. എന്നോട് ചോദിക്കില്ല കേട്ടോ. ഈ സാധനത്തൊന്നും പേര് എനിക്കറിയില്ല. എന്തായാലും ആ സംഭവം കഴിഞ്ഞു. നമ്മൾ നേരെ വാഷിങ്ങിന് പോവാണ്. ഒന്ന് പതപ്പിച്ചിട്ട് വേണം വണ്ടിയും കൊണ്ട് നേരെ. അതായത് ഇതൊക്കെ ഉള്ളിൽ ചെളി പറ്റിയതാണ്. നമ്മൾ പുറത്തുനിന്ന് കഴുകിയിട്ട് നമ്മൾ നേരെ കഴുകുന്നു. കഴുകി കഴിഞ്ഞ് നമ്മൾ നേരെ ബേക്കോട്ട് ഇരിക്കുന്നുണ്ടോ. അവൻ ക്രിസ്മസിന്റെ സാധനം മേടിക്കാണ്ട് വന്ന, അല്ലാതെ അവൻ സ്നേഹം കൊണ്ട് വന്നല്ല. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാ പോയി പറയുന്നത്? ഐസ്ക്രീം. അപ്പൻ പാലെടുത്ത് അവന്റെ മാറ്റി വെച്ചു. പാൽ ഇച്ചിരി സീറ്റ് വീണേ. ഇവന്റെ സ്ഥിരം പരിപാടി വണ്ടി കയറി വണ്ടി അലമ്പാക്കാന്നുള്ള. അപ്പൊ അപ്പം പറഞ്ഞു നിന്റെ കോപ്പല്ല ഞാൻ എടുത്ത് എറിയുമെന്ന്. കൊച്ചിന് വിഷമം കയറിയില്ലേ? കൊച്ചങ്ങ് കരയാൻ തുടങ്ങിയില്ലേ? എന്നാ വേണ്ട മൈക്കിളിന് ഐസ്ക്രീം വണ്ടിയൊന്നും മേടിച്ചു തരൂല. വണ്ടി ഇറങ്ങി കഴിഞ്ഞ് അത്രേ ഉള്ളൂ. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വണ്ടി കഴുകുന്നിടത്തെത്തിയിരിക്കുകയാണ്. വണ്ടി മൊത്തം എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങ് ഇന്ത്യയുടെ അങ്ങേ അറ്റത്തുനിന്ന് എങ്ങേ അറ്റത്തുനിന്ന് നമ്മൾ ഇച്ചിരി ചെളി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചെളി നമുക്ക് കളയണം അല്ലേ? അതായത് ഇന്ത്യയിൽ ക്ലീൻ ചെയ്യാണ്ട്. കാരണം ഞങ്ങൾ കുറേ സാധനങ്ങളുണ്ട് ചെളിയായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഫുഡ് റെസ്റ്റ്, എക്സ്ട്രാ ഫുഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ചെളിയാണ്. ഇത് കളയണം. അത് ഒന്ന് ചോദിച്ച അയാളോട് ഞാൻ 2 ചോദിച്ചു. അങ്ങനെ ഇവിടെ മൊത്തം ചെളിയായി അല്ലേ? കിട്ടുമ്പോൾ നമ്മളെല്ലാം മൊത്തം കളിയാണ്. ഫുൾ അലമ്പാണ്. ഫുൾ അലമ്പാണ്. പിന്നെ വാഷ് ചെയ്യണം. കാരണം നമ്മുടെ ഇവിടെ എത്ര ചെളിയില്ല. പക്ഷേ ഡൽഹിയിലും മറ്റ് ബാന്ധപ്രദേശങ്ങളിലും ചെളിയാണ്. അതേപോലെ തന്നെ നമുക്ക് കൂളിംഗ് ഒട്ടിക്കണ്ടേ? കൂളിംഗ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവൽ. അത് വൈകുന്നേരം നടക്കുള്ളൂ. അപ്പോൾ ഇത് നല്ല പരിപാടിയും ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി അല്ലേ? അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും അവർ കഴുകാൻ വേണ്ടി കേട്ടോ. ആദ്യം ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കട്ടെ. മൈക്കിൾ ഇങ്ങനെ കറങ്ങി നടക്കാം കേട്ടോ. കുറേ നേരം മുങ്ങാൻ വേണ്ടി നോക്കാം, പക്ഷെ വിട്ടില്ല. മൈക്കിള് ആള് ഇങ്ങനെ എന്നാ പറയാ മുരിമുരാന്ന് പറഞ്ഞ് നിൽക്കുക. വേറെ കേസുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ കുടുങ്ങി പോകും. എല്ലാം ചാടും കണ്ടോ. ഇതാണ് പരിപാടി. 2 പേര് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ചാടണം ആശാന്. ആശാന് ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവൻ ലിവിനെ ഭയങ്കര അടിയാട്ടോ. ഞങ്ങൾക്ക് പരാതിയുണ്ട്. ലിവിനെ പിച്ചുക, ലിവിനെ അടിക്കുക. പാവട്ടോ. എന്നെ മാത്രമേ പേടിയുള്ളൂ. കാരണം എന്നെ കരണക്കുറ്റി മൈക്കിള് കുറുമ്പെന്ന് പറഞ്ഞാൽ ചില സമയത്ത്. ഇന്നലെ ഞങ്ങൾ വരുന്നത് മറ്റേ JCBയും മറ്റേ റിമോട്ടിൻ്റെ കാറൊക്കെ കൊണ്ട് കൊടുത്ത് കുറച്ച് നേരം അത്തേലായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ പ്രിയം പോയി. അവനെ ഇന്നലെ വരെ ഭയങ്കര പ്രിയമായിരുന്നു. മുഖത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ചെറുക്കന് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പാല് മേടിച്ചു കൊടുത്തു കേട്ടോ. വളരെ ഇഷ്ടം. ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടുന്ന് മേടിച്ചു കൊടുത്തപ്പോൾ അവന് സന്തോഷം. ഇന്റീരിയലും അതുപോലെ തന്നെ എക്സ്റ്റീരിയലും ക്ലീൻ ചെയ്തതിന് ശേഷം അങ്ങനെ കുറേ നാൾ കൂടി നമ്മളൊരു വണ്ടി ഫോം അടിച്ച് വൃത്തിയാക്കി. ഞങ്ങൾ ഉറങ്ങി കാശ്. ഉറങ്ങൂല. പനി ഷർട്ടൊന്നും വേണ്ട കായ്. ഞങ്ങൾക്ക് ഉറങ്ങിയാൽ സാധനം മേടിക്കുന്നതാണ്. ഉറങ്ങിയാക്കല്ലോ കേട്ടാ. നീയാണ് പ്രധാന നായകൻ. നീ ഉറങ്ങിയാൽ എങ്ങനെ ഉണ്ടാക്കട്ടെ മൈക്കിളെ. അതായതേ അങ്ങനെ ഫോമൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് കഴുകട്ടെ. കുട്ടപ്പനാക്കിയിട്ട് വേണം വണ്ടി എടുത്തോണ്ട് പോകാൻ. പിന്നെ അതായത് നമ്മുടെ വണ്ടി നീറ്റായിരിക്കണം. കാരണം നിങ്ങൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഇത്രയും ദിവസം നീറ്റല്ലായിരുന്നോ? ഇനി നീറ്റാക്കണം. ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അലമ്പാവും. വണ്ടി കഴുകി കഴിഞ്ഞു. വണ്ടി കഴുകി എല്ലാം കഴിഞ്ഞ് ഇറക്കി വണ്ടി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിവിടുന്ന് വണ്ടി എടുത്ത് നേരെ അങ്ങനെ നമ്മൾ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ ക്രിസ്മസ് പർച്ചേസിന് പോകും. അല്ലേ മൈക്കിൾ? ബാക്കാം വരും കേട്ടോ. ഇപ്പം പറഞ്ഞ പണ്ടത്തെ പോലെ ഒന്നുമല്ലേ വിളിച്ചാൽ വരും. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ വരും. അതെ, വിളിച്ചിട്ട് നമ്മൾ അവൻ്റെ അടുത്തോടെ ചെല്ലണമായിരുന്നു. ഈ പരിപാടി ഇപ്പം മൊത്തം കണ്ടോ. ആളോട് ഞങ്ങൾ മറ്റേ ഇതൊക്കെ മേടിച്ചു കൊടുക്കും. എവിടെ പോയാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു JCB എടുത്തു കൊടുക്കും. കാരണം ഇനി വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല സാധനങ്ങൾ. അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി വരും. ഇതും കൂട്ടി എത്രാമത്തെ JCB? ഓ, ഇന്ന് കൂട്ടിയാണ് 17ാമത്തെ JCBയാണ്. 17 JCBയുടെ ഓണറായി പോകുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരമില്ല അവന്. ഏതായാലും വണ്ടി തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് പോകാൻ വേണ്ടി. വേറൊരു സംഭവം, ഇതിൻ്റെ ഇന്ത്യയിലൊക്കെ നമ്മളന്ന് കാശ്മീരിൽ പോയിട്ട് മണാലിലൊക്കെ പോയിട്ട് മൊത്തം നശിച്ച് നാരണക്കല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ചെയ്തെല്ലാം വണ്ടി കിടന്നല്ലേ ഒരു ദിവസം ഉറങ്ങിയത്. അപ്പോൾ കാര്യം കഴിയും അറിയാതെ ഓരോ സ്ഥലത്തുനിന്ന് പോയി. അങ്ങനെ എല്ലാം കുളമായി. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ലെവലായി വരണം കേട്ടോ. എന്തായാലും അത് ഈ ഇന്ത്യയിൽ ക്ലീൻ ചെയ്താലും സെറ്റപ്പ് ഉള്ളൂ. അല്ലെങ്കിൽ വണ്ടി കിടന്നത് നശിച്ചു.
എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് പോവാം. ഇതേ നമ്മുടെ റാമ്പോ പോലെ തന്നെ അവരുടെ ആ പട്ടിയില്ലടാ, ആ പട്ടിയുടെ വിരലേക്കാണ് നഖം. ഈ ഒരു ഭാഗം ഇത് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് പെയിന്റ് അടിക്കണം. കട്ട് ചെയ്ത് പെയിന്റ് അടിക്കാൻ അത് പോളിഷിനാകുമ്പോൾ മാറുമായിരിക്കും. ഇത്രയും ഭാഗം നമ്മുടെ റാമ്പ് വന്ന് മറ്റേ ഇത് ചെയ്ത പരിപാടി പോകട്ടെ, അത് പോളിഷ് ചെയ്ത് പോകട്ടെ. പോവാ. വണ്ടി കഴുകി കഴിഞ്ഞു. ഞങ്ങൾ നേരെ ചെറുക്കനെ ഞങ്ങൾ എന്നാ പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വന്നറിയാവോ? അവന് ക്രിസ്മസ് ഉടുപ്പ് തലേ വെക്കുന്ന സംഭവം. ഇതൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ്. കൊച്ചു ഇടഞ്ഞു. കുറേ നേരം കൊച്ചു ക്ഷമിച്ചു. ഫൈനലി ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഇതുകൊണ്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ ഇരിട്ടി ടൗണിൽ പോകണം. അവിടുന്ന് നമുക്ക് പ്രകൃതി കോളേജിന്റെ ആ വഴിയിലാണ് പോകേണ്ടത്. അല്ല ഇവനെ നമുക്ക് പുറത്തോട്ട് വണ്ടി വെച്ചിട്ട് കയറുന്നോ? അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ KFC വന്നു ഇവനെ ഇരിട്ടിയില്. എന്ത് കമ്മിങ് സൂൺ. എവിടെ? അപ്പച്ചൻ ഞങ്ങളുടെ നാട്ടിലും വന്നു. അതാന്ന് ഏതിന്റെ കണ്ണെന്നെ കാണൂല. KFC അപ്പച്ചൻ. ആ വണ്ടി വരുന്നുണ്ട്, പെട്ടെന്ന് അപ്പച്ചൻ ഇരിട്ടി KFC ആ ഫുൾ ലോക്കാ. അപ്പച്ചനെത്തി. നമ്മൾ വന്നപ്പോ മറ്റേ ഇതായി ടൗൺഷിപ്പ്. ഗൈസ് ഇരിട്ടിയിൽ KC അല്ല KFC. ഇതാ എല്ലാരും പെട്ടു. ഇതാ ഇനി മറ്റേ ഇതൊക്കെ പോകൂലോ. മറ്റേ പേരിനായിരുന്നു എല്ലാം പോയി. ഇതാ KFC. ഞാനിത് ആദ്യമായിട്ടാണ് ഇരിട്ടി KFC. അപ്പത്തിന് ചിക്കൻ വന്നു കേട്ടാ. ഇതെന്താ ഇത്? ആരോ ഫ്രാഞ്ചൈസി എടുത്തല്ല ഇവന്. ഇതിന് എത്ര 1.5 കോടിയോ എത്ര ഫ്രാഞ്ചൈസിക്ക്? അത്ര വലിയ പൈസ എങ്ങാനാ. ഓ ഇരിട്ടി KFC വന്നു. ഭയങ്കര അത്ഭുതമായി. മട്ട കിട്ടൂല. ഞാൻ പറഞ്ഞ ഇരിട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ. അതായത് ഇവിടെ ഭയങ്കര ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മാർക്കറ്റിൽ വലിയ പൈസ ഇറങ്ങുന്ന ഒരു വലിയ മാർക്കറ്റ്. അവസാന ടൗണ് കർണാടക കഴിഞ്ഞാൽ അവസാന ടൗണ് കേരളത്തിന്റെ അവസാന ടൗണ്. ഇവിടുന്ന് കർണാടകയിലേക്ക് പോകാൻ നേരത്തെ അതെ കർണാടകക്കാരും ആശ്രയിക്കുന്നത് നമ്മുടെ ഈ നാടിനെയാണ്. അതായത് വീരാജിപ്പേട്ട ഒക്കെ ഉള്ളവർ ഹോസ്പിറ്റല് നമ്മുടെ ഇവിടെ ഇരിട്ടി വന്നിട്ടാണ് നോക്കുന്നത്. നമ്മളെ ഇവിടെ ഫ്രണ്ടിലേക്ക് ഈ വലിയ വണ്ടികളില്ലേ, വലിയ വാഹനങ്ങള്, ഈ വലിയ വാഹനങ്ങൾ ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഇരിട്ടിയിൽ ഏറ്റവും കൂടുതൽ പണിയുന്ന സ്ഥലം കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലം എല്ലാം ഉണ്ട്. പക്ഷെ അത്യാവശ്യം ചെറിയ പണിയാണ് ഇവർ പറഞ്ഞ് ഞാൻ ചെയ്ത്. നല്ല ചേട്ടന്മാരാണ് അവിടെ പണിയുന്നവരെല്ലാം. അത്യാവശ്യം ഞങ്ങളുടെ വണ്ടിയൊക്കെ ഞങ്ങൾ പല കാര്യത്തിനും ഈ സാധാരണ ചെറിയ പരിപാടിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ അപ്പുറം പോയി ഇപ്പുറം പോകുന്ന പറഞ്ഞു വിടുകയുള്ളൂ. അതെ. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയാണ്, ഞെട്ടിടാനെല്ലാം ഇട്ട് തരും അല്ലേ. ഇതാ ഇവിടെ മൊത്തം വലിയ വണ്ടികൾ പണിയുന്ന സ്ഥലമാണ്. അത്യാവശ്യം എന്നാ ഉണ്ടല്ലോ അവർ ചെയ്തു തരും. വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ എന്നാ പറയാ, നമ്മളൊരു വണ്ടി കൊണ്ട് ചെല്ലുന്ന വലിയ താമസം എന്തുണ്ടോ, മെക്കാനിക്കൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇവിടെ സൂപ്പറാണ്. ടയർ വരെ മാറി കിട്ടും കേട്ടോ. വലിയ അറപ്പുമില്ല. അത്യാവശ്യം കുഴപ്പമില്ല. എന്ത് മേടിക്കണ്ടേ, നമുക്ക് ലൈറ്റും സാധനങ്ങളൊക്കെ മേടിക്കാം. ലൈറ്റ് കുറച്ചുണ്ട്, കുറച്ച് സാധനം മേടിക്കുന്നുള്ളൂ. ഇവിടെയാണ് ഇരട്ടിയിലെ ട്രീയും സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നോക്കിയെടുക്കണേ. അയ്യോ ട്രീയും സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കുറച്ച് സാധനങ്ങൾ മേടിക്കാമല്ലോ, അപ്പം മേടിക്കാം, അതായിരിക്കും ബുദ്ധി. ഇവിടെ വേറെ കാര്യമുണ്ട്. ഒരു 4 മണിക്ക് അത്യാവശ്യം സാധനം ഉണ്ടല്ലോ. അതിന് പുൽക്കൂടൊന്നും വേണ്ട, ഈ പ്രാവശ്യം കൊണ്ടാക്കിയാൽ പോരെ. അല്ല കഴിഞ്ഞ വർഷം മേടിച്ച അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പുൽക്കൂട്. ഇങ്ങനെ ഒരു പാർക്കിംഗ് ഒന്ന് ഭയങ്കര സംഭവം കേട്ടോ. ഇല്ല പെട്ടുപോകും. ഏറ്റവും ഇവിടെ ബ്ലോക്ക് വരുന്ന സ്ഥലം ഇവനെ. ഇപ്പൊ കച്ചവടത്തിനൊക്കെ ഇവിടെയൊക്കെ ഈ ഉണക്കുമീനൊക്കെ ഏറ്റവും നല്ല കിട്ടും ഇവിടെയാ. അപ്പോൾ ആൾക്കാർ ഇവിടെ കൊണ്ട് വണ്ടി ഇടുമ്പോൾ ഫുള്ള് ബ്ലോക്ക് ആവും. ഇവിടെ ഞങ്ങൾ വണ്ടി ഒതുക്കി ഞങ്ങൾ നേരെ ഇവിടെ പ്രകാശ് എന്ന് പറഞ്ഞ കടയാണ്. പണ്ട് പോലെ ഒരു ഹോൾസെയിൽ കടയാണ്. അപ്പോൾ അവിടെ ക്രിസ്മസിന് അത്യാവശ്യം സാധനങ്ങൾ കിട്ടും. ഇതാണ് ഇരിട്ടിയിലെ നല്ല മീൻ കിട്ടുന്ന 2 കടകൾ. അപ്പോൾ ഞങ്ങളെ സാധനങ്ങളൊക്കെ പോയി പിന്നെ മേടിക്കട്ടെ, എന്നിട്ട് പാർക്കിങ്ങിന് പൈസ കൊടുക്കും. ഗൈസ് ഫൈനലി ഞങ്ങൾ കടയിലെത്തി. എൻ്റെ ചെറുക്ക ഒരു കാരണവശാലും കൊച്ചു മറ്റേ ഇതൊക്കെ കയറി പിടിച്ചാക്കല്ലേ ഇവനെ, നോക്കണേ ലൈറ്റിലല്ലേ. മറ്റേ ലൈറ്റൊക്കെ കയറി പിടിച്ചാക്കല്ലേ. ഇതിനൊക്കെ എന്നാ വില? ഇത് ബൾബ്, ലൈറ്റ്, സാധനം ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ അത്യാവശ്യം ഡൽഹി പൈസ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതുകൊണ്ട് ഓവർ അവിടെ നിന്ന് മേടിക്കാൻ സ്റ്റാർ അതുപോലുള്ള സാധനങ്ങൾ ക്രിസ്മസിനോടനുബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇരട്ടിയിൽ പ്രകാശിൽ വന്നാൽ നിങ്ങൾക്ക് നമ്മുടെ പ്രകൃതി കോളേജിൻ്റെ പോകുന്ന വഴിക്ക് കുറേ സൈറ്റ് സാധനം കിട്ടാക്കുന്ന കാണാം. അവിടെ കിട്ടും. ഇവിടുന്ന് നമ്മുടെ അവിടെ ഒന്നും എടുത്താക്കല്ലേ, എല്ലാം മേടിച്ചു തരും കേട്ടോ. ഇത് നമ്മുടെ അല്ല കേട്ടോ, നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ, അതുവരെ നമ്മുടെ അല്ല കേട്ടോ. ഒന്നും എടുത്താക്കല്ലേ, ഓരോന്നോരോന്ന് നോക്കട്ടെ, ഓരോന്നോരോന്നായിട്ട് മേടിക്കട്ടെ കേട്ടോ. പൈസ ഒരു സാധനം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഒന്നത് കാണിച്ചു തന്നെ. സാധനങ്ങളെല്ലാം 15 ദിവസം കൊണ്ട് തീർന്നു പോയി. നമ്മൾ 15 ദിവസം ലേറ്റ് ആയെന്നാ പറഞ്ഞത്. 15 ദിവസം കൊണ്ട് ലേറ്റ് തന്നെ എല്ലാവരും ഓടുന്നത്. എന്താ പറ്റിയ ഇതിൽ പറ്റിയ സാധനങ്ങൾ കാണിച്ച് ഇതിലും നല്ല മറ്റേതാണ്. മറ്റേ ചേച്ചി അത് മതി. ഇത് ഫൈനൽ എത്രയാ? വേറൊരു കട വന്നപ്പം ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണ്, കാറിൻ്റെ ഷേപ്പുള്ള. അത് കണ്ട പിന്നെ ആശാൻ അത് വേണം, പിണങ്ങി. എടാ മോനെ അത് നമുക്ക് ആവശ്യമില്ല, അത് വെറും സ്പീക്കറാണ്, വണ്ടി ഓടത്തില്ല. അപ്പം മേടിച്ചു തരാം, അപ്പുറത്ത് മേടിച്ചു തരാം. ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കുന്നീ? ഉണക്കമത്തി തെരണ്ടി ഏതാ വന്നെ? മത്തി. മോന് ഇതല്ല, മോന് മേടിച്ചു തരാം കേട്ടോ. മോന് ഇതൊന്നുമല്ല, അപ്പം വേറെ സാധനം മേടിച്ചു തരാം കേട്ടോ. മേടിക്കാം. മത്തി ആരാ തന്നെ ഇരിക്കണേ. ഒരു
എന്തേലും ഒരു സാധനം മേടിച്ചത് വിഷയമായിട്ടാ മോനെ എങ്ങോട്ടാ പോണേ? മൈക്കിൾ എന്തെങ്കിലുമൊക്കെ ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പം കറങ്ങി നടക്കും എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി. ഗണ്ണ് എവിടെ ആയിട്ടോ ഉള്ളത്? ഗണ്ണ് സൗണ്ട് കേൾക്കണ്ട ടൈപ്പ്. ആ ബാ സൈക്കിൾ മേടിക്കാൻ ആയിട്ടില്ല, പ്രായമായില്ല. മോൻ ഒരെണ്ണം ഉണ്ടല്ലോ. ബാടാ അല്ല എൻ്റെ സൗണ്ട് കേൾക്കുന്ന സംഭവം. ചേട്ടൻ നമ്മുടെ ഫോളോവർ ആട്ടോ. A to Z എല്ലാം അറിയാം. നമ്മളെ ഡൽഹി പോയി വന്ന കഥ വരെ ചേട്ടൻ അറിയാം. ചേട്ടൻ ഒരു പ്രവാസിയായിരുന്നു. എന്നോട് ചോദിച്ചു. അപ്പം നമ്മുടെ ഡെയിലി വീഡിയോ കാണുന്നൊരു ചേട്ടനാണ്. ചേട്ടൻ്റെ കട നേരമ്പോക്കിൽ ഈ കാണുന്ന പ്രകാശനോട് ചേർന്നൊരു ടോയ് കട കേട്ടോ. ഇതാ കട. ആ അപ്പോൾ ഇവിടുന്ന് ഞങ്ങളെ ഇതിന് 1300 രൂപ. ഇതിനാ ഡൽഹി കണ്ട സാധനം 1500 പറഞ്ഞ. പിന്നെ വേറെ ഒരെണ്ണുണ്ട് 400-ൻ്റെ. അത് കയറി പിടിച്ചു. സെയിം സാധനം പ്ലാസ്റ്റിക്കിൻ്റെ. ഈ കൊച്ചിന് KCB-യോട് എന്തോ ഇത് 1300 രൂപ. അവിടെ 1000 സംതിങ് പറഞ്ഞ 1500 പറഞ്ഞ സാധനം. എന്നാ ഇത് വേണ്ട. ഇത് മേടിക്കണോ അല്ലെ മറ്റേ മേടിക്കണം? അതിൻ്റെ ചെറുതുണ്ടോ? ഇത് റിമോട്ട് ഞാൻ. അയ്യോ ആ പിന്നെ ഇതുണ്ട്. ഇത് മതിയോ? ഇത് 400 രൂപ ഉള്ളൂ. ഇത് റിമോട്ടാണ് ചേട്ടാ. ഇത് മതി 400 രൂപ. അത്ര 400 രൂപ. അത് മതി ചേട്ടാ. ആ അയ്യോ മുഖം പോയി. മുഖം നോക്കി വലുത് കേട്ടാ. എടാ അടി ഇവനിപ്പോൾ അടിച്ചതേ ഉള്ളൂ കേട്ടോ. എടുത്തു വെക്കാവോ? ഇല്ല സമ്മതിക്കൂലടാ. ഇത് മതിയോ? കൊച്ചിനോടുള്ള വൈരാഗ്യം എന്ന് സമ്പാദിക്കും എല്ലാവരും. എടാ ആ ഭാവത്താ മുഖം നോക്കിയേ. ഏടാ ഒന്ന് എടുത്തു വെച്ചാ. മൈക്കിൾ ഇങ്ങനത്തെ കുറച്ച് സർക്കസ് ഉണ്ടോ ഈയിടെയായിട്ട്? ആ ഗുഡ്. കാരണം അതല്ല വേണ്ടേ, ഇതാ വേണ്ടേ. ആ ഇതാ വേണ്ടേ. ഏതാ? അയ്യോ നോക്കിയാ മുഖം ഇരിക്കുന്നേ. മുഖത്ത് നോക്കാത്ത നോക്കിയേ. ഏതാ സാധനം നോക്കിയാണ്ട് മുഖത്ത് നോക്കാൻ ഇരിക്കുന്ന നോക്കിയേ. റിമോട്ടിനെ മേടിച്ചോളൂ, തല്ലി പിടിച്ചോളൂ. ഏതാ മേടിക്കുന്നത്? ഈ ചെറുത് മേടിക്കാൻ പറയും. എങ്ങനെ ഇല്ലാന്ന് നമ്മൾ രക്ഷപ്പെടും? അതിപ്പോ നൈസായിട്ട് മേടിച്ചോക്കാം. ഇന്നലെ മേടിച്ച് തല്ലി പിടിച്ചു കേട്ടോ. ഇനിയില്ല. ഇറങ്ങിക്കോ. പോട്ടെ ഇറങ്ങിക്കോ. 1500 വാ. എടോ മുഖം പോയ പോക്കുണ്ടോ എനിക്ക്? ഇനി ഒന്നുമില്ല കേട്ടാ. ഇനി ഒന്നുമില്ല മൈക്കലിന്. വേണ്ട ഞാൻ പോയാലോ? മുഖം പോയ പോക്ക്. അമ്മേ ലിബിനോട് പെട്ടെന്ന് ഒരു ദയനീയമായ നോട്ടം. കറക്റ്റ് അറിയാട്ടോ. ഇമോഷണൽ ബ്ലാക്ക് മെയിലാണ് അവൻ. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. ചേട്ടൻ്റെ പേരെന്നെ പറഞ്ഞ മറന്ന്. സത്യേട്ടൻ പൊക്കോട്ടെ. വളരെ സന്തോഷം കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു രണ്ടുപേരും ഒരുമിച്ച് എനിക്ക് കാണണം. അതിന് ദൈവാനുഗ്രഹിച്ചല്ലോ. ഏതായാലും ഇവിടെ തന്നെ കയറി പറ്റിയല്ലോ. വരുമ്പോഴേ തീർച്ചയായിട്ടും കേട്ടോ പോട്ടാ. ഞങ്ങൾ അപ്പുറത്ത് സാധനം മേടിക്കാണ്. ഇന്നിപ്പം ഈ സാധനം കൊണ്ട് കളിക്കണം. അടുത്ത സ്ഥലത്തെത്തി. കരച്ചില എന്നിട്ട് കരയുവാ. 650. ഇവന് 2 വണ്ടി ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഇവിടെ ഇവിടെ വെച്ച് കളിക്കണം. ഇത് ചേട്ടൻ നിനക്ക് വെറുതെ തന്നോട്ടോ. നല്ല മണി അടിക്കുന്നുണ്ടോ? പൈസ കൊടുത്തപ്പോ അപ്പാപ്പയുടെ ഇങ്ങനെയാ തങ്കടിച്ച് അലമ്പാണ് നീ. സാധനം പെട്ടി തുറന്ന് അത് കളിച്ചപ്പോഴാണ് എവിടെ നിന്നൊക്കെ കിട്ടിയെന്ന് ഒരു പിടുത്തവും ആക്ക് സമാധാനമായ ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങാന്ന് പറഞ്ഞേ എന്നോട്. നീ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ വേണ്ടെന്ന് പറഞ്ഞേ. എന്നാ ഞാൻ അതൊക്കെ പിടിച്ചു. 1300 രൂപ. കലാഷ് ആ ടേപ്പർ ഗൈഡ് മേടിച്ചു കൊടുത്താൽ 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പാട്ട് വെക്കുന്നത് നല്ല ചേട്ടനായതുകൊണ്ടാ. സാധാരണ ഇങ്ങനെ പിള്ളേർ കഴിഞ്ഞ 5 പൈസ കുറച്ച് തരില്ല. 300 രൂപ കുറച്ച് ഒരു സാധനം ഫ്രീ ആയിട്ടും കൊടുത്തു. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പല ടൈപ്പ്. 4 വയസ്സിൻ്റെ ആണോ 3 വയസ്സിൻ്റെ ആണോ കുപ്പായം? 4 വയസ്സിൻ്റെ അല്ലേ? 4 വയസ്സിൻ്റെ വേണ്ടേ? വലുതായിരിക്കും. വലിയല്ലേ? അങ്ങനെ ഇരുന്നിടത്ത് എണീക്കണ്ടേ? അവിടെ കൂട്ടാ എന്ത് മേടിച്ചാലും നമുക്ക് മെയിലും ഫീമെയിലും സാധനങ്ങൾ കണക്ട് ചെയ്യുന്ന സാധനം മേടിക്കണം. വയറ് മേടിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇനി കുറച്ച് സാധനങ്ങൾ ഒരു സാധനം വരാണ്ട് വന്നിട്ട് വേണം മേടിക്കാൻ. ആ ഇത് കൊള്ളാം കേട്ടോ. പല മൂടില്ലേടാ. ഇത് കൊള്ളാം. ഓ ഇത് കൊള്ളാം. അപ്പൻ്റെ കാശ് പോയി. വാക്മാൻ്റെ കാലത്തെ സാധനം ഇപ്പം അത് എങ്ങനെ ഒരു സാധനം നശിപ്പിക്കാന്നുള്ള റിസർച്ചിലാട്ടോ ആശാൻ. ഇപ്പം ഏകദേശം ട്രെയിനിൻ്റെ കാര്യം തീരുമാനമാവും. ആ വളരെ സന്തോഷം. നോക്കിയേ എന്നാ
സാധനങ്ങൾ വന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വന്നു. ഒരെണ്ണം അതെടുത്തു. അത് എത്തിച്ചേടാ? വെറും വെള്ള. എന്നാ ഇത് നീ ഒരെണ്ണം നോക്കിയേ. എന്നാ ഇതൊരെണ്ണം നോക്കിയേ. പിന്നെ ഇത് ഒരെണ്ണം നോക്കിയേ. അത് വേണ്ട. പുതിയ 2-3 സാധനം വന്നാ പറഞ്ഞ കേട്ടോ. അപ്പം പുള്ളിക്കാരൻ ആ സാധനം ഒന്ന് കത്തിച്ചാണ്. ഇതൊരു 4 പരിപാടി കഴിഞ്ഞു. നമുക്ക് എത്ര ഇപ്പം കൊടിയുടെ മറ്റേ കൊടിയുടെ ഇത് എത്ര ഉണ്ടോ രാജീവിനെ? കൊടി ഒരു 6 കണ്ടുണ്ട്. 6 മേലുണ്ടായുള്ളൂ അല്ലേ? വണ്ടി കയറ്റി ഒരു മുതലിനെ നിങ്ങൾ പഠിച്ചാ? ഒരു മുതലിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. എൻ്റെ പൊന്നെ, അത് മാറ്റി വെച്ചടാ. പിടി അവിടെ വെച്ച. അതൊക്കെ നോക്കുക, ഇതൊക്കെ എല്ലാം നോക്കുക. 3 കൊല്ലം കഴിയുമ്പോൾ ഇതെല്ലാം നീ ചെയ്യണ്ട. അതെ. ഞങ്ങൾ വയറ് വാങ്ങിച്ചു. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ആദ്യം പോയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യണേ. എഡിറ്റ് ചെയ്തിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടി. എഡിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. എന്നാലും ഇന്നത്തെ വീഡിയോ എനിക്ക് ഏറ്റിടാൻ പറ്റത്തുള്ളൂ. ആദ്യം ആ പരിപാടി ചെയ്ത് തീർക്കട്ടെ. പോവാം. ഒന്നും മേടിക്കാനില്ലല്ലോ. ഗൈസ് ഫൈനലി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഒന്നുകൂടെ പറയട്ടെ ഗൈസ്, നോക്കൂ, ഫൈനലി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി. ഞങ്ങൾ ക്രിസ്മസിന് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ ഒരു എന്താ പറയുക, അതായത് ഞങ്ങൾക്ക് ഈ ഒരു കൾച്ചർ കിട്ടിയത് ഞങ്ങളുടെ ക്ലീന്തറിൽ ഒരു തോമസ് സാർ, ആനിഷ് ടീച്ചർ എന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. അവർ പിന്നെ ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഞങ്ങൾ ആ വീട്ടിലൊക്കെ ജോലി ചെയ്ത് അവിടെയൊക്കെയാണ് ജീവിച്ചത്. പപ്പ അവിടെയൊക്കെ ജോലി ചെയ്ത്, മമ്മിയും ജോലി ചെയ്ത്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ എന്താ പറയുക, സാർ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു കൾച്ചറാണ് ഈ കൾച്ചർ ഞങ്ങൾക്ക്. മീൻസ് പുള്ളി ഇങ്ങനെ ചെയ്യുമ്പം അത് ഇപ്പോൾ പറയില്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇങ്ങനെ ചെയ്യാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പുൽക്കൂട്, ഈ പറഞ്ഞ രീതിയിലുള്ള പിന്നെ എന്താ പറയുക, പിന്നെ ഈ മാല ബൾബ്, അതായത് പുൽക്കൂട് പ്രൈസ് അടിക്കില്ല. ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ഒരു കൾച്ചറാണ്. അപ്പം അതിങ്ങനെ നമ്മൾ എവിടെ പോയാലും ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളതും ഞങ്ങളുടെ പഴയ വീട്ടിലും പിന്നെ ഇപ്പം വെച്ച വീട്ടിലൊക്കെ ഇത് നിരന്തരം ചെയ്യണം. ഇത് ഞങ്ങളുടെ ഒരു രീതിയാണ്. പണ്ട് സമ്മാനത്തിന് വേണ്ടി ലൈറ്റ് ഇടാൻ പാടില്ല. ലൈറ്റ് ഇട്ടവർക്ക് സമ്മാനം കിട്ടില്ല. ഇപ്പൊ ലൈറ്റ് ഇട്ടവർക്ക് സമ്മാനം അല്ല, പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ സമ്മാനത്തിന് വേണ്ടിയൊന്നുമല്ല, ഞങ്ങളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം പറഞ്ഞു വന്ന കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത് എവിടെ പോയാലും ഈ സമയത്ത് നാട്ടിൽ വരണം, അല്ലേ രവിനെ? അതെ, കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്, കഴിഞ്ഞ മുന്നത്തെ വർഷം വന്ന് എല്ലാ കൊല്ലവും നാട്ടിലെത്തും. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലെത്തി. മൈക്കിൾ 1500 JCB സാധനങ്ങൾ എടുക്കട്ടെ കേട്ടോ വണ്ടിക്കകത്തുനിന്ന്. എന്നാ മമ്മി ചെല്ലമ്മേ, കൈസ് നോക്കൂ, വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കണം. ആഹാ, എന്ത് നല്ല ഫ്രെയിം. ഈ വൈകുന്നേരം ഈ ഗോൾഡൻ ടൈമിൽ ഇത് കാണാൻ വേണ്ടി പ്രത്യേക രസം. JCB കെട്ടിപ്പിടിച്ചാട്ടോ കൊച്ചു കിടക്കുന്നത്. JCB വിട്ടിട്ടില്ല ഇപ്പോഴും. ഏതാ സാധനം എന്നറിയാവേ? എന്നാടി പിടിക്കും മമ്മി. സാധനങ്ങൾ കുറെ എടുക്കാണ്ട് കേട്ടോ. ഫൈനലി ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട് കേട്ടോ, അതിൻ്റെ അത് പകുതി. യെസ്, അതായത് ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ. ഇത് ഫുള്ള് RGBകളാണ്. ഇതൊക്കെ പുതിയത്, ഇതിൻ്റെ അകത്തൊക്കെ പുതിയത്. അത്യാവശ്യം ലൈറ്റുകൾ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചു. ഓരോ കൊല്ലം ബേക്കോട്ട് വരുവാണല്ലോ. അതിനാ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു ലൈറ്റ്, ഈ കൊല്ലം ഒട്ടും ലൈറ്റ് ഇല്ല ഇവിടെ. അപ്പോൾ ഇനി ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ കടയിൽ കച്ചവടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, ഈ പ്രാവശ്യം കളക്ഷൻ കുറവായിരുന്നു എല്ലാ കടയിലും, അല്ലേടാ? അതെന്താ സംഭവം? ഗൈസ് ഫൈനലി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്ക് കുറച്ചേരം എഡിറ്റ് ചെയ്യാണ്ട്. എഡിറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് വരാട്ടോ. നോക്കി പച്ചപ്പ് കയറി നല്ല രസമായിട്ടോ വീടിൻ്റെ ഫ്രണ്ട്. ഭയങ്കര വൃത്തിയായി. നമ്മളിവിടെ പോകുമ്പോൾ എന്നാ വൃത്തി വീടിന്. നമ്മൾ വന്നു കഴിഞ്ഞാൽ വീട് മൊത്തം ഞങ്ങൾ കുളമാക്കി. അതുപോലെ തന്നെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അഭിരാമി ഇതാ ചിപ്സ് വാങ്ങിയിട്ടൊക്കെ നോക്കി. ഫൈനലി നമുക്ക് ആദ്യം ഇതിൽ ഏതൊക്കെ ലൈറ്റ് കത്തുമെന്ന് നോക്കണം, പഴയത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ടെസ്റ്റർ, വയർ കട്ടർ, ഇത്ര സാധനം നമുക്ക് വേണം. പിന്നെ അതുകൂടാതെ ഓരോ സ്ഥലത്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യണം, എവിടെയൊക്കെയാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ള സംഭവങ്ങൾ. ഇത്രയും ബൾബുണ്ട് മൊത്തം. പിന്നെ പഴയ ഒരു RGB ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് ആദ്യം ഒന്ന് കത്തിച്ച് നോക്കട്ടെ കേട്ടോ. ഇക്കളോടെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അടുത്ത ലൈറ്റ് ഒരെണ്ണം. ഇതെങ്ങനെ ഓണാക്കുന്നത്? താങ്കളുടെ ലൈറ്റ് അടിച്ച് പോയിരിക്കണം. സ്വിച്ച് ഓൺ ആക്കി നോക്കിയില്ല പിന്നെ ഞാൻ. സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും. ഇല്ലല്ലോ, നോക്കി ഗൈസ്. ഇത് കണ്ട ഏതാടാ അത്? കണ്ട, ഇതേപോലെ കത്തുന്ന സെറ്റ്. പിന്നെ അതേപോലെ തന്നെ വലിയ കട്ടിയില്ല കേട്ടോ ലിവി.
അത് വെറും ഷീറ്റേ അക്രോ ഷീറ്റിൻ്റെ അകത്ത് പണിതുന്ന സാധനം അത്. അടുത്ത് കാണിച്ചു തരാം. ഇത് മിന്നും, ഇത് മിന്നേഷ് ഉണ്ട്. പക്ഷെ ഇത് ചെയ്യുന്നവർക്ക് ലാഭം കേട്ടോ. മൊത്തം ഒരു കോസ്റ്റ് ഒരു 200 രൂപയ്ക്ക് തീരും. പിന്നെ അടുത്തത് കുറേ ലൈറ്റ് ഉണ്ട്, പഴയതും പുതിയതൊക്കെ ആയിട്ട്. ഇത് ഓരോന്നോരോന്നിന് ലൈൻ വലിച്ച് ഇടലാണ്. എടാ റോളും തീയടാ ഇവനെ, ലൈൻ വലിക്കാനുള്ള റോളിപ്പോൾ എടുത്തോണ്ട് കേട്ടോ. നിങ്ങളുടെ കിളി പാറി പോകും റോള് കണ്ടു കഴിഞ്ഞാൽ. ഇത് കൂടുതൽ ഇച്ചിരി പൈസ കൂടുതലാണ്, 950 രൂപയായി. ഇല്ല, ഇതിന് ഞാൻ 1200 കൊടുത്തത് ഈ RGB ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. പക്ഷേ ഇവിടുന്ന് മേടിച്ച് പൈസ കുറഞ്ഞു. ഡൽഹിയിൽ നിന്ന് മേടിച്ചത് 400 രൂപ അല്ല? എങ്ങനെയുണ്ട്? കിടക്കാച്ചി മേടിച്ച ഒരു നല്ല ലൈറ്റ് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതും ഡൽഹിയിൽ നിന്ന് മേടിച്ചൊരു 350 രൂപയുടെ മറ്റേ സാധനമില്ലേ, അത് വേറെ കാണിച്ചു തരാം. അയ്യാ കം കരേഗ നെയ്. ഇപ്പോൾ മനസ്സിലായ നെയ്യുടെ അർത്ഥം. ഇത് ഒറിജിനൽ ഇന്ത്യ കേട്ടോ, ഒറിജിനൽ ഇന്ത്യ, പുറത്തൊന്നുമല്ല. ഒറിജിനൽ ഇന്ത്യ എന്ന് പറയാനുള്ള കാരണം ചാക്ക് കണ്ടില്ലേ, ഇന്ത്യയുടെ തന്നെ. ഇതേപോലെ ചാക്ക് സെറ്റ് ഉണ്ടാവും. ഇതാണ് ഒറിജിനൽ ഇന്ത്യ. കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ കുത്തിയാ കണ്ടോ, കണ്ടോ ലൈറ്റാ നോക്കി. രസമുണ്ട്. ഇത് ഒറിജിനൽ ഇന്ത്യ. അതിന്റെ ബോർഡൊക്കെ ഇങ്ങനെ കാണാം. ഓ, ഇത് വെറും സോപ്പ് പൊട്ടിക്കകത്ത് വെച്ചേക്കുമല്ലേ. അത് കോസ്റ്റ് കുറയ്ക്കണ്ടേ അവനെ, പരമാവധി കോസ്റ്റ്. റബ്ബർ ബാൻഡ് ഇട്ട് അടച്ചേക്കുക. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. നീ നിന്നോട് ആരെ ഇവിടെ മിണ്ടാൻ പറഞ്ഞേ? എന്താ ഞങ്ങളെ പേടിപ്പിച്ച് വിറപ്പിച്ച് മേടിച്ച JCB ആയിട്ട് ഇറങ്ങി. നീ JCB മേടിച്ച കാരണം ഇന്ന് നിനക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ല. അവിടെ ഇതാണ് ഡൽഹിയിൽ നിന്ന് മേടിച്ചത് RGB നോക്കി. ഇത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അവന് നമ്മൾ 5 മേടിച്ചില്ല, ഒരു RGB എന്ത് ചെയ്യും? അവന് പപ്പ ഉണ്ടായി, ഒരെണ്ണം അപ്പൻ കൊണ്ടുപോയോ? അതിന് പകരമായിട്ട് പഴയ ഒരെണ്ണം നമ്മുടെ അടുത്തുണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ല. ഇപ്പം വേറെ വകുപ്പില്ല. ഇത് കണ്ടോ, ഇതേപോലെ കുത്തുന്നു. എല്ലാ കൺട്രോളും ഇതിനകത്തുണ്ട്. കണ്ടോ, സ്വിച്ച് ഉണ്ട്. ഇതിൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് വരും. ലൈറ്റ് മാറും അല്ലേ? ഒരു കളറാവും, പല കളർ വരും. ഇതിന് എത്ര ലെങ്ത് വീതി ഉണ്ട്? ലെങ്ത് 4 മീറ്റർ. 4 മീറ്റർ സെയിം അളവാണോ? സെയിമാ, 4 മീറ്റർ. സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ലൈറ്റ് എടുക്കുക കേട്ടോ, ലാഭം വണ്ടിക്കൊക്കെ. നമ്മൾ ഇത് കണ്ടോ, 4 മീറ്റർ. ഇത് കണ്ടോ, 4 മീറ്റർ. ഇതാ സാധനം. ഇതെല്ലാം കൊള്ളാലോ. ഇതുപോലത്തെ 5 ഇടണം. പിന്നെ അതേപോലെ തന്നെ എടാ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, മതി മമ്മി. 1 കിട്ടുക. ഡൽഹിയിൽ ഇനി 650 രൂപ അല്ലേ അവനെ? ഇവിടെ 1200 രൂപ അടുത്താണ് ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിൽ. വലിയ പൈസ ആകുന്നില്ല ഇവിടെ, 200 രൂപ കൂടുതൽ വരുന്നുള്ളൂ. അവരവിടുന്ന് പിന്നെ മാങ്ങ പറിക്കാൻ പോകുന്നതാണ്, അവർക്ക് വല്ലതും കിട്ടണ്ടേ. ശരിയാണ്. 500 രൂപ അവർ എടുക്കുന്നില്ലല്ലോ, 10-200 രൂപയ്ക്കല്ലേ എടുക്കുന്നുള്ളൂ. അത് ശരിയാണ്. ഇത് ഇവർ ഡൽഹിയിൽ നിന്ന് എടുക്കുന്നതല്ല, ഇവർ ചൈനയിൽ നിന്ന് എടുക്കുന്ന കുറേ ടീമുകൾ കൂടി. എടാ ആ ലൈറ്റിങ് എടുത്താൽ ഇവനെ ഇതാ സ്ട്രിപ്പ് ഇതാ 2 പപ്പ അതിനിടയ്ക്ക് ഓരോ സാധനം സൂക്ഷിക്കാൻ പറ്റുന്നു, അതൊക്കെ ഇനി കണ്ടുപിടിക്കണം. ഇതേതാ? ഓ ഇതൊക്കെ പോയോ? ഇതിൻ്റെ അറ്റം എന്ത്? ഓ കദേശ്. പടേഷായോ? കദേശ്. ഓ പോയി ലൈനില്ല, പൊട്ടിപ്പോയി. ഇതൊന്നുമില്ല കേട്ടോ. പക്ഷെ അത് കളയണ്ട, നമുക്ക് ലൈൻ എടുക്കാം. ഒരു നമുക്ക് സോളർ മേടിച്ചാലോ ഈ ലൈറ്റൊക്കെ ശരിയാക്കാൻ വേണ്ടി? അതെങ്ങനെയുണ്ട്? ഇത് നോക്കട്ടെ. കഴിഞ്ഞ നമ്മൾ കുറേ മേടിച്ചായിരുന്നല്ലേ? കഴിഞ്ഞ ദൂരം ലൈറ്റ് മേടിച്ചെന്നറിയോ? 1-2 ലൈറ്റൊന്നുമല്ല നമ്മൾ മേടിച്ചത്. ഇതൊക്കെ വർക്കാവും. ഇത് അടി കിട്ടാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. അതിനാ മാറി നട്ടാ. അതെ അത് കത്തും, അതെനിക്കും അറിയാം. അത് കത്തി. അതിനെ പറ്റി ആ സാധനം പോയോനെ ചെക്ക് ചെയ്യണം. അതോ ഇത് രസമുണ്ട് കേട്ടോ. ഈ പോർഷൻ എവിടെ ലൈറ്റില്ലാത്ത കുറവാ. അതെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ലഭി. സെറ്റ് ചെയ്യാം, പണി തീരൂല. ഇതൊന്നും ഇപ്പോൾ സെറ്റാക്കണ്ട, നമുക്ക് മറ്റേ ഇതിൻ്റെ അകത്ത് സെറ്റാക്കാതെ. ഇതൊക്കെ ഈ സിമ്പിളായിട്ട് മാലോൾ വിടുന്ന ദിവസം ആ ഫ്രണ്ടിലോട്ട് ലൈൻ വലിച്ചിട്ട് ഫ്രണ്ടിൽ നമുക്ക് കത്തിക്കാൻ ലൈറ്റ്. ഇവിടെയോ ഇതൊക്കെ പിന്നീടാന്നേ. ഗായ്സ് എടുത്ത് നോക്കിയേ, പെറിയിപ്പിക്കുമെന്ന് കഴിഞ്ഞാൽ പെറിയിപ്പിച്ച് JCB മേടിച്ച്. ഇതിനെക്കുറിച്ച് കുറ്റം പറയൂടാ, നിന്നെക്കുറിച്ച് പറയും. പെറിയിപ്പിച്ച് JCB മേടിച്ചിട്ട് മണ്ണെടുക്കുന്ന നോക്കിയാൽ അവിടുന്ന്. അവനിപ്പോൾ ഓട്ടോമാറ്റിക് മതി, മാനുവൽ പറ്റൂല. ഇത്രയും ദിവസം മാനുവൽ എടുത്തുണ്ട്, വണ്ടി ഓടുന്നില്ല അവൻ്റെ വണ്ടി. എന്നാ പറ്റിയ അവൻ്റെ വണ്ടിക്ക് എന്നാ പറ്റിയേ? ഓ ഗായ്സ് നമ്മുടെ കൊച്ചിന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലേ. ഒരെണ്ണം അവനെടുത്താ പോയി. എന്നാ അജിക്കുച്ചി അത് എടുത്തു. എന്നാ പറ്റില്ല മോനെ, പറ്റില്ല. നോ മൈക്കിൾ, പപ്പ നോ പറഞ്ഞോ. പപ്പ യെസ് പറഞ്ഞ യെസ്. മോൻ അവിടെ പോയി കളിച്ചോ കേട്ടോ, മോൻ്റെ JCB കേട്ടോ. അവിടെയുള്ള പരിപാടി മതിയേ. വെളിയിൽ നിന്ന് ലൈൻ വലിക്കണം.
പിന്നെ മേളിൽ നിന്ന് ലൈൻ വലിക്കുന്ന ഈ സൈഡിൽ നിന്ന് ലൈൻ വലിച്ച പോരെ? ഇത്രയും വലിപ്പമുള്ള ഈ സാധനം ഇതാണ് നമ്മൾ വയറ് വലിക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് എല്ലായിടത്തും ലൈൻ വലിച്ചിടാൻ വേണ്ടി. ബ്ലോഗർ അപ്പം നിങ്ങൾ വലിയ വീട് നിർത്തി തോറ്റു. എന്നാ ചോദിച്ചേ? ഇത് ബൾബ് ഗൈസ് ഇത് മൊത്തം നമുക്ക് ഫിറ്റ് ചെയ്യണം. ഇതിലൊരു സമാധാനം കിട്ടൂല. അഭിരാമി വാ. പിന്നെ എല്ലാ ഇതാണ് ശരി. അടി ഒരു ചെറിയ എണീട്ടൊന്നും കുഴപ്പമില്ല. എടി എടി എന്തേലും ഒരു ചെറിയ ഏണി കിട്ടാൻ കുഴപ്പമില്ല. കുഞ്ഞില്ല മറ്റേ നീല എന്തിയേ? നീലയോ? ആ ആ